ലൈവ് ഫ്രഷ് തഞ്ഞത്. എല്ലാ നാട്ടിലും ഒരു ദർശന സ്റ്റുഡിയോ ഉണ്ടായിരിക്കും. കണ്ണമ്മി ലൈവായിട്ട് കഴിക്കുന്ന സ്ഥലമല്ലേ, അവിടെ വന്നിട്ട് നമുക്ക് കണ്ണമ്മി കഴിക്കണം. ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റും മണിത്ത? വളരെ ഗംഭീരമായി പ്രോഗ്രസീവ് ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഇതാ മുകളിലുണ്ട്. നോ ക്ലിയറൻസ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേ. 30 ഫീറ്റ് ഹൈറ്റുള്ള ഗംഭീര പാറയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മരത്തങ്കോടുള്ള ഐശ്വര്യ തിയേറ്ററൊക്കെ ഇങ്ങനെയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ പോകുന്ന വീഡിയോയാണ്. സത്യം പറഞ്ഞാൽ മതി. ഭക്ഷണം എങ്ങനെയുണ്ട്? നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ കൈയിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കഴിഞ്ഞു എന്ന് പറയും. എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഒരു ഭാവന ടൈലേഴ്സ് ഫ്ലവറൊക്കെ വെച്ചിട്ട് വിദ്യാലോകം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. 70s 80s 90s അല്ല. ഇത് ആരെന്റെ കൂടെ നിൽക്കുന്നത്? ഒരു 50 കൊല്ലം മുമ്പിലത്തെ ഒരു ലോകമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. പണ്ടത്തെ പെരുമ്പ്ലാവ്. ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും 100 രൂപ മുതൽ 1000 രൂപ വരെ ഗിഫ്റ്റ് വൗച്ചറും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എവിടുന്ന് കിട്ടും? ഐഫോന്ന് കിട്ടും. മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടില്ലേ? ഗുണാക്കേവ് നിർമ്മിച്ചത് ഞങ്ങളുടെ നാട്ടുകാരനാണ്, കൂട്ടുകാരനാണ്, ശ്രീ അജയൻ ചാലിശ്ശേരി. അജയേട്ടൻ ചെയ്തൊരു വർക്ക് ഉണ്ട് ഇവിടെ. നമ്മുടെ വിദ്യാ ലോകം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലോകം തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ആ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വലിയൊരു പടിപ്പുരുണ്ട്. പടിപ്പുരയിൽ ഫോഗൊക്കെ വരുന്നുണ്ട്. ആ കാഴ്ചകൾ കണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നേരെ വിശാലമായ ഒരു കവാടം, ഫാമിലി റെസ്റ്റോറൻറ്റ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഇന്റീരിയറിന്റെ ഭാഗങ്ങളായതുകൊണ്ട് ഇതൊക്കെ കട്ട കൊണ്ട് കെട്ടി പഴയ ഫീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി മുകളിൽ നമ്മൾ ഈ പ്ലൈവുഡ് ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് അജയേട്ടൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ പഴമ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കളർ കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി ഗേറ്റ് ഉണ്ട് ഇവിടെ. ആ ഗേറ്റിന്റെ കടന്നു വരുമ്പോൾ അക്കിക്കാവ് 1960, 70, 80, 90 ആ കാലഘട്ടത്തിലുള്ള അക്കിക്കാവ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും നാട്ടിലുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പഴയ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഇരുത്തിയുണ്ട് ഇവിടെ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ പെരുമ്പിലാവ് എന്നുള്ള ബോർഡുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സെൽഫി എടുക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി അന്നത്തെ കാലത്ത് ഒരു ടീ ഷോപ്പ് ഉണ്ടാവാം. ആ ടീ ഷോപ്പാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പച്ച പെയിന്റ് ഒക്കെ അടിച്ചിട്ട് മരം കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? ടീ ഷോപ്പ്. സിനിമയുടെ പോസ്റ്ററുകളൊക്കെ നമ്മുടെ പഴയ ചായപ്പീടികയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചായപ്പീടിക എന്ന് പറയും ആളുകൾ, എനിക്കറിയില്ല. അല്ലെ, ഭഗവതി വിലാസം കാപ്പി ക്ലബ്ബ് എന്നാണ് ഇതിന്റെ പേര്. വിലവിവരം ചായ, കാപ്പി, പുട്ട്, പൂരി മസാല, മസാലദോശ, പഴംപൊരി, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇതാ അന്നത്തെ ആ ഒരു ചില്ല് കൂട് ഇത് വീണ്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. സമവാർ ഇവിടെ ഭംഗിക്കാണ് വെച്ചിട്ടുള്ളത്. ഈ ഗ്രില്ലൊക്കെ പഴയ ഗ്രില്ല് വെച്ചിട്ട് അതിനോടനുബന്ധമായി ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ അന്നത്തെ ഒരു സ്റ്റൈലിലാണ്. പാട്ട് ബാക്കിൽ കേൾക്കുന്നുണ്ട്. ആ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് ഇതാ ഈ ഒരു അമ്മിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അന്നത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ അമ്മിക്കല്ലുണ്ടാവും. ഇരിക്കാനുള്ള സ്ഥലങ്ങളും ചെടിത്തോട്ടങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇത് അവിടെ ചെയ്തിട്ടുണ്ട്. ഈ മിസ്റ്റൊക്കെ ഇവിടെ ഓട്ടോമേഷൻ കൊടുത്തിരിക്കുകയാണ്. എപ്പോഴും ഈ ഫോഗ് ഇങ്ങനെ വരും. കണ്ടില്ലേ ഫോഗ് വരുന്നെങ്കിൽ? അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ അനുഭവിക്കാം. അന്നത്തെ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോഴൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കുമ്പളങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്, വെള്ളരിക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായി പ്രോഗ്രസീവ് ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഇതാ മുകളിലുണ്ട്. ഇതൊക്കെ ആർട്സ് ക്ലബ്ബ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അന്നത്തെ കാലഘട്ടം വളരെ വൃത്തിയായിട്ട് വരച്ചു ചേർത്തിട്ടുണ്ടാവും. നോ ക്ലിയറൻസ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേ. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഈ തപാൽ പെട്ടികളൊക്കെ ഞായറാഴ്ച ക്ലിയർ ചെയ്യില്ല, എടുക്കില്ല എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ നാട്ടിലും ഒരു ദർശന സ്റ്റുഡിയോ ഉണ്ടായിരിക്കും. അനശ്വര നിമിഷങ്ങളെ അവിസ്മരണീയമാക്കാൻ. ടാഗ്ലൈനൊക്കെ ഉഷാറല്ലേ? 30 ഫീറ്റ് ഹൈറ്റുള്ള ഗംഭീര പാറയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പാറയുടെ അടിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോണ്ടിൽ അത്യാവശ്യം മീനുകളുമുണ്ട്. കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന സമയങ്ങളിൽ ഇനിയിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിൽ നമുക്ക് സ്വകാര്യമായി സംസാരിക്കണമെങ്കിലൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ആ രീതിയിലൊക്കെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് കയറി ഇരുന്ന് നമ്മളിങ്ങനെ നമുക്ക് പ്രൈവസി വേണമെങ്കിൽ പ്രൈവസി ആ രീതിയിലൊക്കെ കൂടെ ഇരിക്കാൻ കഴിയും. സംഭവം കിടുവാണ്. നമ്മളൊരു ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ട്രഡീഷണൽ ഫുഡുകളാണ് പ്രധാനമായി ഇവിടെ കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ലൈവാണ്. അതായത് അപ്പോഴപ്പോൾ മേക്ക് ചെയ്യുന്ന ഫുഡാണ്. ഫുഡിന് മാത്രം ഒരു പഴമയില്ല. പഴമയുടെ രുചി നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ കഴിയും. നമ്മളൊരു 100 കൊല്ലം പഴക്കമുള്ള ഒരു കിണറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മീനും അത്യാവശ്യം തവളകളൊക്കെ ഉണ്ട്. ഇത് ആ ഒരു കോരുന്നത് കണ്ടില്ലേ? ഇത് ഈ കഴുക് മർബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അങ്ങനത്തെ ആ ഒരു മരം കൊണ്ടുള്ള കപ്പി. ഇത് EVK ഔഷധാലയുടെ ഒരു പച്ചമരുന്ന് പെട്ടിമരുന്നുകളാണ്. അതേപോലെ തന്നെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇവിടെ വന്നിട്ടുണ്ടോ? പഴയ ഓർമ്മകൾ തോന്നുന്നുണ്ട്. എനിക്ക് പഴയ ഓർമ്മകൾ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ മരത്തങ്കോടുള്ള ഐശ്വര്യ തിയേറ്ററൊക്കെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. ഇതിൽ വേറെ കാര്യം ശ്രദ്ധിച്ചു? അന്ന് മണൽ നിറച്ചിട്ടൊരു അല്ലേ? മണൽ നിറച്ചിട്ട്. ഇപ്പൊ മണലല്ല, ഇതിനകത്ത് എംസാൻഡാണ് നിറച്ചിട്ടുള്ളത്. മണൽ കിട്ടാനില്ല. ഇത് ഓരോ കാര്യങ്ങളും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? ഏതാ തേർഡ് ക്ലാസ് ₹1.50. ഞാൻ 2 രൂപയ്ക്ക് തിയേറ്ററിൽ പോയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് തിയേറ്ററിൽ പോയിട്ടുണ്ട്? 2 പേന് പോയിട്ടല്ലേ? 2.50, 3.50. ഫസ്റ്റ് ക്ലാസ്സിനാകെ ₹3.50 ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എവിടുന്ന് വരുന്നത് നിങ്ങള്? കറുകുത്തൂരിന്ന് വരുന്നത്. ഇങ്ങനെ ഒരു അനുഭവം കണ്ടപ്പോ. പക്ഷെ ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണത്തെ പറ്റി എന്താ അഭിപ്രായം? ഇത് ഈ കാണുന്നത് ആയിരക്കണക്കിന് ആളുകള്, ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ പോകുന്ന വീഡിയോയാണ്. സത്യം പറഞ്ഞാൽ മതി. ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഫുഡ്, നാച്ചുറൽ ഫുഡാണ്. ഞങ്ങൾ കഴിച്ച ഫുഡുകളൊക്കെ പക്കയായിരുന്നു. സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് പറയണ്ട, അത് പക്ക സർവീസ് ആണ്. ബിലാവിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുമ്പോ പഴയ കാലത്ത് ഫീല് കിട്ടണമെങ്കിൽ ഇത് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു പെരുമ്പിലാവ് ഉണ്ടാവും. ഈ ഒരു തിയേറ്റർ ഉണ്ടാവും. ഇതിൽ ഓരോ കാര്യങ്ങൾ, ആ ബൾബ് മുതല് ഈ ലൈറ്റുകള്, ആ ക്യാബിൻ എഴുതിയത് അന്യർക്ക് പ്രവേശനമില്ലാന്ന് എഴുതിയത്, ഫ്രണ്ടിൽ ഓല കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല സിനിമകളൊക്കെ അന്ന് ഇറങ്ങിയ കാലത്ത് നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ കൈയിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ ഒരു നെഞ്ചിടിപ്പായിരിക്കും തിയേറ്ററിൽ പോകുമ്പോ. അങ്ങനെ പോയിട്ടാ നമ്മുടെ പഴയ ഒരു കാലം എന്ന് പറയുന്നത് ഫീലാണ്. പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടാനില്ല. അപ്പൊ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വിദ്യ ലോകം, നമ്മുടെ പഴയ ലോകം തിരിച്ചു തന്നിരിക്കുകയാണ്. സന്തോഷമാണ്. അതവിടെ ഭാവന ടൈലേഴ്സ്, എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഒരു ഭാവന ടൈലേഴ്സ്. പിന്നെ അതുപോലെ മലഞ്ചരക്ക് വ്യാപാരത്തിന്റെ അവിടെ ഈ ഡിസൈനൊക്കെ കണ്ടില്ലേ? ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് കുരുമുളക്, കൊട്ടടക്ക, പഴുക്കടക്ക, ഇഞ്ചി, മഞ്ഞൾ, ETC. അതുപോലെ തന്നെ SR സ്റ്റോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരു സിനിമയുടെ ആ ഒരു ഫീലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയാ, അജയേട്ടൻ ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് പഴയ കാലത്തുള്ള അജയേട്ടന്റെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗന്ധർവ ക്ഷേത്രം, എനിക്ക് തോന്നുന്നു അജയേട്ടൻ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകളാണ് ഗന്ധർവ ക്ഷേത്രമൊക്കെ തോന്നുന്നു. അതൊക്കെ വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആയുർ ജാക്കറ്റ്, നമ്മുടെ വർഗീസേട്ടന്റെ ആയുർ ജാക്കറ്റ് ചക്കളാണ് ഈ കാണുന്ന. നോക്കട്ടെ, 100 പ്ലാവ് മണിയേട്ട വെച്ചാണ്. 100 പ്ലാവിൽ ഇതുപോലെ നിറയെ ചക്കുകളാണ്. ഫ്ലവറൊക്കെ വെച്ചിട്ട് വിദ്യാലോകം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു വർക്കാണ് കേട്ടോ. ഇത് ഈ വിദ്യാലോകം എന്ന് എഴുതിയത്, ഇതിന്റെ സീക്രട്ട് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പലചരക്ക് വ്യാപാരം പെരുമ്പിലാവ്, EVK ഔഷധാല, പച്ചമരുന്നുകൾ, പെട്ടിമരുന്നുകൾ, ആ പഴയ ഫീലൊക്കെ ഇതിലിങ്ങനെ എന്താ കൊണ്ടുവന്ന സ്റ്റൈൽ കണ്ടില്ലേ? ഫസ്റ്റ് ടൈമാ വരുന്നത്. ഇവിടെ വന്നപ്പോ എന്ത് തോന്നിയത് പെട്ടെന്ന്? നല്ല വൈബാ. അതെന്ന് വെച്ചാല് ഇവർക്ക് വൈബ് കിട്ടുന്നുണ്ടോ? സെക്കൻഡ് ടൈം. Beautiful. And also it's like what do you call it? It's old style 1970s, 60s. 60s, 70s, 80s, 90s. 80s അല്ല. 80s അല്ല. No. ഇത് ആരെന്റെ കൂടെ നിൽക്കുന്നത്? അപ്പോ nice to meet you. ഞാൻ പറയുന്നതൊന്നല്ല. വിദ്യാലോകത്തിൽ നമ്മൾ വന്ന് വിദ്യാലോകം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ വിദ്യാലോകത്തിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ വേണ്ടേ? ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും 100 രൂപ മുതൽ 1000 രൂപ വരെ ഗിഫ്റ്റ് വൗച്ചറും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എവിടുന്ന് കിട്ടും? ഐഫെന്ന് കിട്ടും. നമ്മുടെ കരിക്കാട്, മരത്തങ്കോടോ, കൊരട്ടിക്കര, കുന്നോളത്തുള്ള ഐഫുകളിൽ പോയാൽ ഇവിടെ കാർഡ് കസ്റ്റമർ ആണോ, ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടോ, 100 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഫ്രീ വൗച്ചർ കിട്ടും. അതുകൊണ്ട് വന്നാൽ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ട്. ഇത് നമ്മുടെ മണിയേട്ടൻ വിദ്യയുടെ ഓണറാണ്, MD ആണ്. മണിയേട്ട, എല്ലാവരെയും സ്വാഗതം ചെയ്യല്ലേ? എല്ലാവർക്കും സ്വാഗതം. കേൾക്കുന്ന ആളോട് മണിയേട്ടൻ എന്താ പറയുള്ളത്? നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഇവിടെ കാണുക. ഒരു 50 കൊല്ലം മുമ്പിലത്തെ ഒരു ലോകമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. പണ്ടത്തെ പെരുമ്പിലാവ് അത് കണ്ട് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അഭിപ്രായം അറിയിക്കുക. മണിയേറ്റോടെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും വിദ്യാലോകത്തിലേക്ക് സ്വാഗതം. ഞാൻ വന്നതാണ്. എൻ്റെ 50ഓളം ഫ്രണ്ട്സിന് ഞാനിവിടെ പറഞ്ഞാണ്. എല്ലാവരും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്ത് മോട്ടിവേഷനാണ് ആരും ഇവിടെ നിങ്ങളുടെ സ്റ്റാഫിന് കൊടുക്കുന്നത്. വളരെ നന്നായിട്ട് ആളുകളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വരുന്ന കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുക്കുന്നത്. മസാലകളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുകളാണെങ്കിലും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. നമ്മള് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മസാലകളും ഒക്കെ നമ്മൾ ഇവിടെ തന്നെ മേടിച്ച് നമ്മൾ ഉണക്കി പൊടിച്ച് അതേ മസാലയിലാണ് നമ്മൾ ഈ ഫുഡൊക്കെ തയ്യാറാക്കുന്നത്. നമ്മളിവിടെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്നത്. വരാല്, ബ്രാല്, കണ്ണമീൻ എന്നൊക്കെ പറഞ്ഞ മീൻ അതിപ്പോ എവിടെയും കേരളത്തിൽ കിട്ടാനില്ല. ആ മീൻ ഇവിടെ ഫ്രഷ് ആയിട്ട് നിങ്ങളിവിടെ കീപ്പ് ചെയ്തിട്ട് ലൈവായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ജീവനോടൊക്കെ ലൈവായിട്ട് പിടിച്ച് ഒന്ന് പിടിച്ച് കാണിക്കാൻ പറ്റുമോ? അതിനെന്താ പിടിക്കാൻ കാണിക്കാം. വാ, കണ്ണമീൻ ലൈവായിട്ട് കഴിക്കുന്ന സ്ഥലമല്ലേ, അവിടെ വന്നിട്ട് നമുക്ക് കണ്ണമീൻ കഴിക്കണം. അത് കാണും ചെയ്യാം. ലൈവ് കണ്ണനാണ് കേട്ടോ. നമുക്കിവിടെ ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റും മണിത്ത? ഈ മീനുകളിലൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മണിയേട്ട? ഇവിടെ പൊള്ളിക്കാൻ പറ്റും. പിന്നെ തവ ഫ്രൈ, മുളകിലിട്ടത്. അപ്പൊ പൊള്ളിക്കാം, മസാല ചെയ്യാം, തവ ഫ്രൈ ചെയ്യാം. പിന്നെ എന്താ ഒരു കാര്യം പറഞ്ഞേ? മുളകിലിട്ടത് മസാല. അപ്പൊ ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രാല് ചോദിക്കാൻ മറക്കരുത്. ഇവരുടെ സ്പെഷ്യൽ കുറെ സാധനങ്ങളുണ്ട്. പാൽക്കപ്പ ഫിഷ് ഇതൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും കിഡ് സ്പോട്ടാണ്. ഒരിക്കലെങ്കിലും വരാതിരിക്കരുത്. ജസ്റ്റ് വരിക അല്ലേ മണിയേട്ടാ? ജസ്റ്റ് വരിക. ഭക്ഷണം രണ്ടാമതാണ്. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിദ്യാലോകത്തിലേക്ക് സ്വാഗതം ചെയ്തു.